ഹലോ ഗായ്സ്, എല്ലാവർക്കും ഇടുമാർ ഫേസിലോട്ട് സ്വാഗതം. നമ്മൾ ഓച്ചിറ അമ്പലത്തിലാണ്. അപ്പോൾ ആണെങ്കിൽ ഇവിടെ കുറേ കടയുണ്ട് ഗായ്സ്. അപ്പം ഞങ്ങൾ ഗണപതി ക്ഷേത്രത്തിൻ്റെ അവിടെയാണ്. ഇതാണെങ്കിൽ അയ്യപ്പൻ ക്ഷേത്രമാണ്, അയ്യപ്പൻ നട. ഇതിൻ്റെ ആ സ്റ്റെപ്പ് ഇറങ്ങി പോകുമ്പോൾ മഹാലക്ഷ്മി നട കാണാം നമുക്ക്. പിന്നെ ഗൈസ് ഇവിടെ കുറേ മലകളുണ്ട് ഗൈസ്. ആ ഒരു ബോർഡ്, ബ്ലൂ കളറിലെ ബോർഡ് വെച്ചിരിക്കുന്നുണ്ടോ, അതാണെങ്കിൽ ഇങ്ങനെ വീടൊക്കെ ആളുകളൊക്കെ നഷ്ടപ്പോയ അപ്പന്മാരുടെ ഒക്കെയാണ് ഗൈസ് അത്. പിന്നെ ഗൈസ് ഞങ്ങളിങ്ങനെ ആൾരൂപങ്ങൾ ഇങ്ങനെ ഒഴിയാനായിട്ട് അവിടെ വന്നായിരുന്നു. പിന്നെ ഞാനാണെങ്കിൽ നമ്മുടെ നന്ദികേശൻ്റെ ചെവിയിലോട്ട് ഇങ്ങനെ ഓരോ എനിക്ക് വേണ്ട സാധനങ്ങളൊക്കെ പറഞ്ഞു സാധിച്ചായിരുന്നേ. അപ്പം ഗൈസ് ഇവിടെ ഒരു ഹാളുണ്ട്. അങ്ങനെ ഞാനും അമ്മൂമ്മയൊക്കെ ഇവിടെ തന്നെയാണ് കേട്ടോ. പാവപ്പെട്ട, ഞാൻ പറഞ്ഞില്ല, വീടൊന്നും ഇല്ലാത്ത അച്ഛനമ്മയൊന്നും ഇല്ലാത്ത ആളുകൾ, അവർക്ക് ഇവിടെ തന്നെ കഞ്ഞിയൊക്കെ കൊടുക്കുന്നുണ്ട്. പിന്നെ ഗൈസ് അവിടെ 2 കാള നിൽക്കുന്നുണ്ടോ, ഒരു കാളയാണെങ്കിൽ നമ്മൾ തൊട്ടുഴുതിട്ട് കയറുന്നത്. പിന്നെ ഗൈസ് അമ്മ ടിക്കറ്റ് കൗണ്ടറിൻ്റെ അടുത്ത് പോയി. പിന്നെ ഞങ്ങൾ അമ്പലത്തിൽ ഇങ്ങനെ തൊഴുതാൻ ഇങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ ഞാൻ കാണിയൊക്കെ ഇട്ടു. ഞാനും അമ്മിക്കുട്ടിയും തമ്പുരും ഒക്കെ ആണെങ്കിൽ ഇങ്ങനെ മഞ്ചാടി പിറക്കുവാണ്. പിന്നെ തമ്പുരുവിനെ എൻ്റെ സിസ്റ്ററാണ്. അപ്പോൾ എൻ്റെ സിസ്റ്ററിനെ ഞാൻ ഇങ്ങനെ ചില വീഡിയോസൊക്കെ കാണിച്ചിട്ടുണ്ട്. പിന്നെ ഗായ്സ് നമ്മളാണെങ്കിൽ അങ്ങനെ ഗായ്സ് തൊഴുത് ഇങ്ങനെ ഇരിക്കുമായിരുന്നു. പിന്നെ ഞാനാണെങ്കിൽ ഇത് കണ്ടു, ഈ ഗായ്സ് ഈ കാള ഇങ്ങനെ പോകുന്നത്, അതിൻ്റെ ആ ഒരു നേർച്ചയുടെ പേര് എട്ടിക്കണ്ടുലർച്ച എന്നാണ്. ഇതിനെക്കുറിച്ച് ഒത്തിരി ഒന്നും അറിയത്തില്ല, എൻ്റെ അമ്മയ്ക്കാണ് അറിയാവുന്നത്. ഇങ്ങനെ നമ്മുടെ ദോഷങ്ങളൊക്കെ മാറ്റാനുള്ള ഒരു നേർച്ചയാണ് എട്ടുകണ്ട ഒരു നേർച്ച. അപ്പം ഗായ്സ് ഞങ്ങളാണെങ്കിൽ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമായിരുന്നു നേർച്ചയൊക്കെ. എൻ്റെ ഫസ്റ്റ് ടൈം ആട്ടോ ഞാൻ കാണുന്നത്, സത്യം പറയാം. പിന്നെ ഗായ്സ് ഇവിടെ കൊട്ടൊക്കെ ഉണ്ടായിരുന്നു, ഇങ്ങനെ തിരുമേനിമാരൊക്കെ ചെയ്യുന്ന കൊട്ട്. പിന്നെ നമ്മുടെ അമ്പലമാണ്. ഇതാണ് നമ്മുടെ മെയിനായിട്ട് നമ്മൾ പ്രാർത്ഥിക്കുന്ന ഒരു അമ്പലം എന്ന് പറഞ്ഞാൽ. എല്ലാ അമ്പലവും പ്രാർത്ഥിക്കും. ഫസ്റ്റ് നമ്മൾ പ്രാർത്ഥിക്കുന്ന ഒരു ആൽത്തറയുടെ ഒരു അമ്പലമാണ്. പിന്നെ ഗായ്സ് ഇവിടെ ഒരു കുളമുണ്ട്, താമരക്കുളമാണ് കേട്ടോ. അവിടെ താമരയൊക്കെ ഉണ്ട്. അങ്ങനെ ഗായ്സ് ഞാനും തമ്പുരൊക്കെ അവിടെ മഞ്ചാടി പറക്കിക്കൊണ്ടിരിക്കുന്ന തിരക്കിലാണ് ഗായ്സ്. അങ്ങനെ ഗായ്സ് ഞാൻ ഒരു കുറേ കടയൊക്കെ ഉണ്ട് ഇവിടെ. ഞാനും അനിയത്തിയൊക്കെ ഇങ്ങനെ എടുക്കുകയാണ്. പിന്നെ അനിയത്തിക്കാണെങ്കിൽ ആൽഫബറ്റില്ലേ, ഈ ABCD, അതിന് പിന്നെ 1 2 3, പിന്നെ 1 2 3 അങ്ങനത്തെ മലയാളവും ഇംഗ്ലീഷും ഒക്കെ വാങ്ങിച്ചു. ആ 2 ബോർഡായിട്ടായിട്ട് കിട്ടിയത്. പിന്നെ ആണെങ്കിൽ ഇവിടെ കുറേ ആളുകളൊക്കെ നടന്നു പോകുന്നുണ്ട്. നമ്മളെ 500 ഫാമിലിയായി എല്ലാവരും ഇതേക്കൂട്ട് സപ്പോർട്ട് ചെയ്യണേ. അപ്പം ഗായ്സ് ഞാനാണെങ്കിൽ ഈ മഞ്ചടിയൊക്കെ പോക്കറ്റ് എടുത്തുകൊണ്ട് വരുവാണ് ഗായ്സ്. ഇവിടെ ഭയങ്കര തണലാണ് ഗായ്സ്, ഭയങ്കര തണലാണ്. നമ്മൾ ഈവനിങ് ആയിരുന്നു കേട്ടോ ഇറങ്ങിയത്, അതുകൊണ്ട് തന്നെ നമുക്ക്. അപ്പം ഗായ്സ് ഫസ്റ്റ് ആൽത്തറയിൽ നമ്മളിങ്ങനെ തൊഴുതുകൊണ്ട് വരുവാണ്, അമ്മമ്മയൊക്കെ പോയി. അപ്പം ഗായ്സ് ഞാനൊക്കെ ആണെങ്കിൽ മഞ്ചാടിയൊക്കെ നോക്കി നടക്കുമായിരുന്നു. ദാണ്ട് ഗായ്സ് ഈ ഒരു ആൽത്തറ കണ്ടോ, ഈ ഒരു ആൽത്തറയിൽ കർക്കിടക മാസമാകുമ്പോൾ ഇങ്ങനെ കുറേ ക്യൂ ഒക്കെ ഉണ്ടായിരിക്കും. പിന്നെ ഇതാണ് ഒഡിക്കാവ് എന്ന് വെച്ചാൽ നമ്മൾ പ്രാർത്ഥിക്കുന്നതൊക്കെയാണ്. പിന്നെ ഞാൻ അവിടെ ഒരു ക്യൂ നിൽക്കുന്നതെന്ന് പറഞ്ഞില്ലേ, നമ്മുടെ കഞ്ഞിയും ഒക്കെ കിട്ടുന്നതാണ്.